ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏഷ്യാനെറ്റിൽ ഫസ്റ്റ് പ്രൊമോ വന്നതിന് ശേഷം ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രഡിക്ഷൻ ലിസ്റ്റ്. ആരൊക്കെയായിരിക്കും ഈ സീസണിൽ ഉണ്ടാവുക എന്നൊക്കെ. എന്തായാലും കൂടുതലും കോമണേഴ്സിന് ഈ തവണ ബിഗ് ബോസ് സീസൺ 8 അവസരം നൽകുന്നുണ്ട്. നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന ഷോയിലൂടെയാണ് കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. 2025 തെലുങ്കു ബിഗ് ബോസിലും ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന ഷോ നടത്തിയിരുന്നു. എന്തായാലും ഷോയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രഡിക്ഷൻ ലിസ്റ്റ്. ഒരുപാട് പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. പൊതുവെ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ റീസെൻ്റ്ലി വൈറലായിട്ടുള്ള നല്ല പ്രൊഫൈലുള്ള ആളുകളെയാണ് ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കാറ്. എന്തായാലും ഈ തവണ ആദ്യം കേൾക്കുന്ന പേര് തൊപ്പിയുടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സീസൺ 7 ഒരു കണ്ടസ്റ്റൻറ്റിനെ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് കുറേ ട്രോളുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് തൊപ്പി. എന്തായാലും ഈ തവണ തൊപ്പി സ്വയം കളിക്കളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് തൊപ്പിയാണ്. പിന്നീട് കൂടുതലായി കേൾക്കുന്ന പേരാണ് അർജുൻ. അർജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ റോസ്റ്റിൻ വീഡിയോകളിട്ട് ഒറ്റ രാത്രി കൊണ്ട് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കിയ അർജുൻ സുന്ദരേശൻ്റെ പേര് 2-3 സീസണിലായി കേൾക്കുന്നുണ്ട്. അർജുനും ഈ സീസണിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഈ സീസണിൽ LGBTQനെ റെപ്രസെൻറ്റ് ചെയ്ത് വരാൻ 2 പേരുടെ പേരുകളാണ് കൂടുതലും കേൾക്കുന്നത്. ദീപ്തി കല്യാണിയുടെയും ജാസിയുടെയും. ജാസിയുടെ പേര് മുൻ സീസണുകളിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാസിയും ഈ സീസണിൽ വരാൻ സാധ്യത കൂടുതലാണ്. ജാസിയുടെ പേരിനൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു പേരാണ് ഹെൽനോസ്പാർട്ട എന്നറിയപ്പെടുന്ന ധന്യ. ധന്യയും ഈ സീസണിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. ധന്യയും ജാസിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബിഗ് ബോസ് സീസൺ 8 വന്നാൽ എന്താകുമെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ 2-3 സീസണുകളിലായി എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും പേര് വരുന്നൊരു വ്യക്തിയാണ് രേഖ രതീഷ്. സീരിയൽ ആക്ട്രസ്സാണ്. ഒരു പക്ക BB മെറ്റീരിയൽ ആണെന്ന് പറയാം. എന്തായാലും രേഖ രതീഷ് ഈ സീസൺ 8 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സീരിയൽ രംഗത്ത് നിന്ന് കേൾക്കുന്ന മറ്റൊരു പേരാണ് വിവേക് ഗോപൻ. വിവേക് ഈ സീസണിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ മറ്റൊരു പേരാണ് സാജൻ സൂര്യ. സാജനും ഈ സീസണിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രി പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നൊരു പേരാണ് ജീവൻ ഗോപാല്. കഴിഞ്ഞ തവണ കുറച്ച് കേട്ട പേരാണ്. എന്തായാലും ജീവൻ ഈ സീസണിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. കഴിഞ്ഞ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റിലും പേരുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പ്രണവ് കൊച്ചു. പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി കേൾക്കുന്നൊരു പേരാണ് അപർണ തോമസ്. അപർണ തോമസ് ഈ സീസണിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ എല്ലാ സീസണിലെ പോലെ ഈ സീസണിലും ലക്ഷ്മി നക്ഷത്രയുടെ പേരും കേൾക്കുന്നു. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വൈറലായ സഞ്ജു ടെക്കിയുടെ പേരും സീസൺ 8 പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. മോഡൽ രംഗത്ത് നിന്ന് ഇത്തവണ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത് രശ്മി നായരാണ്. സീരിയൽ രംഗത്ത് നിന്നും പ്രിയങ്ക അനൂപിൻ്റെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. എന്തായാലും നല്ലൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ കൂടെ കോമണേഴ്സും കൂടി ആകുമ്പോഴേക്കും നല്ലൊരു സീസൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 പുതിയ അപ്ഡേഷനായി കാത്തിരിക്കാം. ബിഗ് ബോസിൻ്റെ അപ്ഡേഷനുകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.